നമ്മുടെ മാർക്കറ്റിലുള്ള ഒരു മെജോറിറ്റി ഓഫ് ട്രേഡേഴ്സിനും ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് വർഷമായിട്ട് മാർക്കറ്റിൽ ചെലവഴിച്ചതിന് ശേഷം, അതായത് പഠിക്കാനായിട്ട് മാർക്കറ്റിൽ ഒരുപാട് വർഷമൊക്കെ മാറ്റി വെച്ചതിന് ശേഷവും ഇന്നും മാർക്കറ്റിനെ കുറിച്ച് ഒരു ഐഡിയ ലഭിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ പഠിക്കാൻ ചെലവഴിച്ച സമയം അത്രയും മിക്കവാറും പലരും ചെയ്തിട്ടുള്ളതായിരിക്കാം. നമ്മൾ ഈ വീഡിയോ കേൾക്കുന്നുണ്ട് തന്നെ എത്ര പേര് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. നമ്മൾ മിക്കവാറും ഒക്കെ ഈ ക്യാൻഡിൽ പഠിക്കുന്നത് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്നതാണ് എന്ന് തെറ്റിദ്ധരിച്ച് വെക്കാറുണ്ട് പലരും. ക്യാൻഡിൽ സ്റ്റിക്സിനെ കുറിച്ച് പഠിക്കുന്നത് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്നത് പോലെ അല്ല, അല്ലെങ്കിൽ അത് മാർക്കറ്റിനെ കുറിച്ചുള്ള പഠനമല്ല എന്ന് മനസ്സിലാക്കുക. മാർക്കറ്റ് എന്ന് പറയുന്നത് ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് അല്ല. അത് പഠിക്കാനോ അല്ലെങ്കിൽ പഠിപ്പിക്കാനോ വളരെ എളുപ്പമായതുകൊണ്ടായിരിക്കാം നമ്മൾ ഭൂരിഭാഗം പേരും അതിലേക്ക് പഠിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നമ്മൾ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് മാർക്കറ്റിലുള്ള വലിയ ബിഗ് പ്ലേയേഴ്സ് മാർക്കറ്റിലേക്ക് പണം പമ്പ് ചെയ്യുന്നതിനെ പിൻവലിക്കുന്നതിനെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അവർ കോൺട്രാക്ട് എടുക്കുന്നതും എക്സിറ്റ് ചെയ്യുന്നതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ. അല്ലാതെ ഒരിക്കലും പാറ്റേൺസിന്റെ ബേസിസിലൊന്നും അല്ല, പാറ്റേൺസ് നോക്കിയിട്ടല്ല മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ബിഗ് പ്ലേയേഴ്സിന്റെ ഡേറ്റ, അവരുടെ ഡേറ്റ നമുക്ക് ഡേറ്റ കിട്ടും. അവരുടെ ഡേറ്റ, അവരുടെ സെന്റിമെന്റ്, ഇതൊക്കെ റീഡ് ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ബാക്കി എല്ലാം പിന്നീടാ. അപ്പൊ ഇപ്പൊ ഓൾറെഡി നമ്മുടെ മാർക്കറ്റിലെ ബിഗ് പ്ലേയേഴ്സിന്റെ ഡേറ്റയുടെ ഒരു ബേസിക് വീഡിയോ ഞാൻ കുറച്ച് വീഡിയോ ആയിട്ട് ഒരു ചെറിയ സീരീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ബേസിക് വീഡിയോ ആണ്. പക്ഷെ അത് കണ്ടാൽ നമുക്ക് അറിയാത്ത ഒരാൾക്ക് കുറച്ചെങ്കിലും മനസ്സിലാവും എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മാർക്കറ്റില് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. മാർക്കറ്റിലുള്ള ബിഗ് പ്ലേയേഴ്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ സെന്റിമെന്റ് റീഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അവരുടെ സെന്റിമെന്റ് മനസ്സിലാവാനായിട്ട് മാർക്കറ്റിന്റെ അവസാനത്തെ ഒരു അരമണിക്കൂർ, അതായത് ഒരു ക്ലോസിംഗ് റേഞ്ച് എന്ന് പറയും. മാർക്കറ്റിന്റെ ക്ലോസിംഗ് റേഞ്ച്, അതായത് നമ്മുടെ മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റ് എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത്? മാർക്കറ്റ് 3 മണി മുതൽ 3:30 വരെ. അതാണ് മാർക്കറ്റിന്റെ അവസാനത്തെ അരമണിക്കൂർ എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കാണിക്കാം. അവസാനത്തെ അരമണിക്കൂർ വാച്ച് ചെയ്യണം എന്നതിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞിരുന്നു. കാരണം ഈ അരമണിക്കൂർ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബിഗ് പ്ലേയേഴ്സ് തമ്മിൽ എഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് അവർ എഗ്രിമെന്റ് എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കേ, അവര് എഗ്രിമെന്റ് എത്തിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ചെറിയ റേഞ്ച് ക്രിയേറ്റ് ചെയ്യും ലാസ്റ്റ് അരമണിക്കൂർ. എഗ്രീഡ് ആണെങ്കിൽ ബിഗ് പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടല്ലേ, ആ ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ ഒരു ദിവസം മുഴുവൻ മാർക്കറ്റിനെ മൂവ് ചെയ്യിപ്പിച്ചിട്ട് അവസാനത്തെ ഒരു അരമണിക്കൂർ അവരൊരു ചെറിയ റേഞ്ച് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം മാർക്കറ്റിലുള്ള ആ ബിഗ് പ്ലേയേഴ്സ് തമ്മിൽ ഒരു എഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട്. അവര് എഗ്രി ചെയ്യുന്ന ഏരിയ ആണ് ഈ ക്ലോസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലോസ് വാച്ച് ചെയ്യാൻ എപ്പോഴും പറയുന്നത്. കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ക്ലോസ് വാച്ച് ചെയ്യുക, അവസാനത്തെ അരമണിക്കൂർ വാച്ച് ചെയ്യുക. അതൊരു ചെറിയ റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ, വലിയ റേഞ്ച് ആവാൻ പാടില്ല. വലിയ റേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇതുപോലത്തെ ഒരു വലിയ റേഞ്ച് ആണ് അവസാനത്തെ അരമണിക്കൂറിൽ വരുന്നതെന്നുണ്ടെങ്കിൽ, ഇതൊരു എക്സാമ്പിൾ കാണിച്ചാണ്. അതിനർത്ഥം അവിടെ മൊത്തം ബഹളം നടക്കുകയാണ്, അവർ തമ്മിൽ എഗ്രിമെന്റ് നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞതാണ്. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. എന്നാൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തത്. അപ്പോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഈ പറയുന്നത്. ശ്രദ്ധിച്ച് കാണുക കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം ഞാൻ അത് എപ്പോഴും പറയുന്ന കാര്യമാണ്, സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ ഞാൻ പറയുന്ന ഐഡിയ വിട്ടുപോകും. ഓക്കെ, അപ്പൊ ഇവരുടെ സെന്റിമെന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി കുറച്ചുകൂടെ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. അതെന്താണെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് ഈ പറയുന്ന 2 ദിവസം കണ്ടോ, 23-ാം തീയതി 24-ാം തീയതി, ജാനുവരി 23, ജാനുവരി 24 ആണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ജാനുവരി 23 അവസാനിച്ചു, ഇവിടെ ജാനുവരി 24 അവസാനിച്ചു. നമ്മൾ നോക്കേണ്ടത് ജാനുവരി 23-ലെ ക്ലോസ് കണ്ടോ. ഈ ജാനുവരി 23-ലെ ഇതൊരു നാരോ റേഞ്ച് ആണല്ലോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് ചെറിയ റേഞ്ച് ആയിരിക്കണം എന്നുള്ളത്. ചെറിയ റേഞ്ച് എന്ന് പറയുമ്പോൾ 0.2% ഏകദേശം അവസാനത്തെ ഒരു 30 മിനിറ്റ്സ് 0.2% എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു 0.2-2.3 ഉള്ളിൽ വന്നാലും പ്രശ്നമില്ല. ഏകദേശം ഒരു 0.2% ആണ് അവസാനത്തെ ഒരു അരമണിക്കൂർ മാർക്കറ്റ് വന്നിട്ടുള്ളതെങ്കിൽ അവിടെ ഒരു എഗ്രിമെന്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ 23-ാം തീയതി ഉള്ള ഡേറ്റും 24-ാം തീയതി ഉള്ള ക്ലോസിംഗ് ഒന്ന് നോക്കി, 24th ക്ലോസിംഗ് ഒന്ന് നോക്കി.
ഇത് രണ്ടും ഒരു ചെറിയ റേഞ്ച് ആണ് നമ്മൾ കാണുന്നത്. ഈ രണ്ട് റേഞ്ചസ് നമുക്ക് ഒരു കാര്യം കൃത്യമായിട്ട് അറിയാം. ഈ അവസാനത്തെ അരമണിക്കൂർ എന്ന് പറയുന്നത് മാർക്കറ്റിലെ ബിഗ് പ്ലേസ് തമ്മിൽ എഗ്രി ചെയ്യുന്ന ടൈമാണ്. അപ്പോ ഈ 2 ദിവസത്തെ എഗ്രിമെന്റ് തമ്മിലുള്ള ആ ഒരു റിലേഷൻ നോക്കി, 23-ാം തീയതി അവർ എഗ്രി ചെയ്തിരിക്കുന്ന ഏരിയയാണ് ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്, കണ്ടോ, ഈ ഗ്രീൻ ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നാൽ 24-ാം തീയതി അവർ എഗ്രി ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടെ ബിലോ ആണ്, അല്ലെ? അതായത് 23-ാം തീയതി എവിടെയാണോ എഗ്രി ചെയ്തത് അതിനും ബിലോ ആണ് 24-ാം തീയതി അവരെന്ത് ചെയ്തിരിക്കുന്നത്, എഗ്രി ചെയ്തിരിക്കുന്നത്. അപ്പൊ അവരുടെ എഗ്രിമെന്റ് നടന്നിരിക്കുന്ന ആ ഒരു സോൺ എന്ത് ചെയ്തിരിക്കുകയാണ്, താഴേക്ക് ഷിഫ്റ്റ്, ഡൗൺ സൈഡ് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവരുടെ എഗ്രിമെന്റ് ഏരിയ ഡൗൺ സൈഡ് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിനർത്ഥം മാർക്കറ്റിലുള്ള ബിഗ് പ്ലേയേഴ്സ് എന്ത് ചെയ്തിരിക്കുകയാണ്, അവരുടെ സെന്റിമെന്റ് ഒരു നെഗറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവരുടെ എഗ്രിമെന്റ് ഏരിയ ഒരു നെഗറ്റീവായിട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത്രയും ക്ലിയർ അല്ലേ? ഇപ്പൊ അതേസമയം അടുത്ത ദിവസത്തെ എഗ്രിമെന്റ് ഏരിയ അപ്സൈഡ് ഇവിടെയായിരുന്നു അടുത്ത ദിവസത്തെ ക്ലോസ്, ഈ ഒരു ദിവസത്തെ ക്ലോസ് വന്നിരുന്നെങ്കിൽ, ക്ലോസിംഗ് റേഞ്ച് വന്നിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇത് ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് ആണ്. മാർക്കറ്റിലുള്ള ബിഗ് പ്ലേയേഴ്സിന്റെ ഡേറ്റ അല്ലെങ്കിൽ അവരുടെ എഗ്രിമെന്റ് എന്താണ്, ഒരു പോസിറ്റീവായിട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയാമോ? എപ്പോഴാണ്? ചിന്തിച്ചു നോക്കുക, മുകളിലേക്കാണ് ഈ ക്ലോസ് ഷിഫ്റ്റ് ആയിരുന്നെങ്കിൽ. പക്ഷെ ഇവിടെ അവരുടെ ക്ലോസ് ഷിഫ്റ്റ് ആയത് എങ്ങോട്ടാണ്, ഡൗൺ സൈഡിലേക്കാണ് എന്നത്. അപ്പം നമ്പർ 1 ആയിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലായി, ഒരു ഡൗൺ സൈഡ് ഷിഫ്റ്റ് ക്ലോസുകൾ തമ്മിൽ നടന്നിട്ടുണ്ട്, അല്ലെ? ഡൗൺ സൈഡ് ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോ ഈ ഡൗൺ സൈഡ് ഷിഫ്റ്റിനെ മാർക്കറ്റ് എഗ്രി ചെയ്യുന്നുണ്ടോ നോക്കുക. അതായത് മാർക്കറ്റ് ഓപ്പണിംഗ് അതിന്റെ ബിലോ ആണോ എന്ന് കൂടി നോക്കുക. അപ്പൊ ഡൗൺ സൈഡ് ഷിഫ്റ്റ് ക്ലോസിൽ വരുമ്പോ തന്നെ അവിടെ ഒരു നെഗറ്റീവ് സെന്റിമെന്റ് ആയി. മാർക്കറ്റ് ഒന്നുകൂടെ ചിന്തിച്ചു നോക്കിയേ, മാർക്കറ്റ് ആദ്യത്തെ ക്ലോസ് ഇവിടെയാണ്, രണ്ടാമത്തെ ക്ലോസ് ഇവിടെയാണ്. അപ്പൊ ഇവിടെ ഒരു ഡൗൺ സൈഡ് ക്ലോസ് ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്. ഇനി അത് മാത്രം പോരാ, മാർക്കറ്റ് പിറ്റേ ദിവസം ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു നെഗറ്റീവ് സെന്റിമെന്റിനെ എന്ത് ചെയ്യുന്നുണ്ടോ, സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. എങ്ങനെ മനസ്സിലാവും? മാർക്കറ്റ് ഈ എഗ്രിമെന്റ് ഏരിയക്ക് ബിലോ ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. മാർക്കറ്റ് ഈ എഗ്രിമെന്റ് ഏരിയക്ക് ബിലോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡൗൺ സൈഡ് ഷിഫ്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു സെന്റിമെന്റിനെ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇനി അതിന്റെ മീനിങ് നമുക്ക് മനസ്സിലായി. ഈ രണ്ട് എഗ്രിമെന്റ് നോക്കി, ഈ ഒരു എഗ്രിമെന്റ് ഡൗൺ സൈഡ് ഷിഫ്റ്റ് ആയി, മാർക്കറ്റിന്റെ ഓപ്പണിംഗ് എന്തായിട്ടുണ്ട്, ഡൗൺ സൈഡ് ആണ് ഓപ്പൺ ആയിട്ടുള്ളത്. അന്നത്തെ ദിവസം ഫുള്ള് മാർക്കറ്റ് എന്താ ചെയ്യുന്നത് നോക്കി, മാർക്കറ്റ് പിന്നെ ഒരു ഡൗൺ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് കാണാം. ഓർക്കുക, ഞാൻ പറയുന്ന ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, ഇതൊരു ട്രേഡ് എടുക്കുന്ന ലെവൽ അല്ല, മാർക്കറ്റിന്റെ സെന്റിമെന്റ് റീഡ് ചെയ്യുന്നതാണ് പറയുന്നത്. ട്രേഡ് എടുക്കുന്നതിനെ പറ്റിയില്ല. ട്രേഡ് എടുക്കുന്ന എൻട്രി ഡേറ്റ ഒക്കെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. സെന്റിമെന്റ് മനസ്സിലാക്കാതെ ട്രേഡ് എടുക്കാൻ ആർക്കും പറ്റില്ല. സെന്റിമെന്റ് റീഡ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഓർക്കുക, മറ്റൊന്നും പഠിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ഫെയിൽ ആവും. ഫസ്റ്റ് പഠിക്കേണ്ടത് സെന്റിമെന്റ് റീഡ് ചെയ്യാനാണ്. സെന്റിമെന്റ് റീഡ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫെയിൽ ആയിരിക്കും, അതിൽ ഒരു സംശയമില്ല. ഓക്കെ, ഇനി ഞാൻ ഈ പറയുന്ന അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ശ്രദ്ധിച്ചോളാം. അതായത് ഇതൊന്ന് നോക്കി, ഈ കാര്യം ഒന്ന് നോക്കി. അപ്പൊ നമ്മൾ കഴിഞ്ഞ 2 ദിവസത്തെ സെന്റിമെന്റ് ഒക്കെ നോക്കി. ഇനി അടുത്ത 2 ദിവസം ഒന്ന് നോക്കി. ഈ 2 ദിവസങ്ങളിൽ ആദ്യത്തെ മാർക്കറ്റിന്റെ ക്ലോസ് വന്നിരിക്കുന്നത് ഇവിടെയാണ്, അടുത്ത ക്ലോസ് വന്നിരിക്കുന്നത് എവിടെയാണ്, ഈ റേഞ്ചിലാണ്. അപ്പൊ ഇവിടെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു നെഗറ്റീവ് ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്, അല്ലെ? ക്ലിയർ അല്ലേ? ഇവിടെയും മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്. സെന്റിമെന്റ് ബിഗ് പ്ലേയേഴ്സ് എഗ്രി ചെയ്ത ഏരിയ ഡൗൺ സൈഡിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട് എന്നത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്, അല്ലെ? വളരെ ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം മാർക്കറ്റിൽ ആ ഒരു നെഗറ്റീവ് സെന്റിമെന്റ് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യണം, ഇതിന്റെ ബിലോ ഓപ്പൺ ചെയ്യണം. പക്ഷെ ഇവിടെ നടന്നിരിക്കുന്ന എന്താണ്, ഇവിടെ മാർക്കറ്റ് അതിന്റെ എബോവ് ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം എന്താണ്, ആ ഒരു നെഗറ്റീവ് സെന്റിമെന്റ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, ലാസ്റ്റ് 2 ഡേയിലെ നെഗറ്റീവ് സെന്റിമെന്റ് മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എന്നിട്ട് മാർക്കറ്റ് എന്താ ചെയ്യുന്നത് നോക്കി, കറക്റ്റ് ആ ഒരു എഗ്രിമെന്റ് ഏരിയയിൽ സപ്പോർട്ട് എടുത്ത് ആ ഒരു റേഞ്ചിനോട് അടുത്ത് വന്ന് അവിടെ സപ്പോർട്ട് എടുത്ത് പോണത് കണ്ടോ? ഈ എഗ്രിമെന്റ് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് ഇത് നോക്കി, ഈ ഒരു എഗ്രിമെന്റ് ഏരിയയിൽ വന്ന് മാർക്കറ്റ് ഫോളോ ആയേക്കുന്ന കണ്ടോ? അത് ശ്രദ്ധിച്ച്, ഈ എഗ്രിമെന്റ് ഏരിയയുടെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു തരികയാണ്, ശ്രദ്ധിച്ച് മനസ്സിലായി. ഇത് ട്രേഡ് എടുക്കുന്ന ഏരിയ അല്ല. ഇവിടെ പോയിട്ട് ബൈ ചെയ്യാനോ ഇവിടെ പോയിട്ട് സെല്ല് ചെയ്യാനോ അല്ല, അതിന്റെ ഡേറ്റ വേറെയാണ്. അതിന്റെ ഡേറ്റ ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ, എൻട്രി ഡേറ്റ ചെയ്തിട്ടില്ല. ഞാൻ ഈ പറയുന്ന സെന്റിമെന്റ് റീഡ് ചെയ്യുന്ന ഡേറ്റ ആണ്, മനസ്സിലാക്കുക. സെന്റിമെന്റ് റീഡ് ചെയ്യാൻ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ എന്താ നടന്നത് നോക്കി, മാർക്കറ്റ് ആദ്യത്തെ എഗ്രിമെന്റ് ഏരിയയിൽ വന്ന് സപ്പോർട്ട് എടുത്ത്
മാർക്കറ്റ് രണ്ടാമത്തെ എഗ്രിമെന്റ് ഏരിയ, ഇതാണ് മാർക്കറ്റിന്റെ ലാസ്റ്റ് ഒരു അരമണിക്കൂർ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഏരിയയിൽ പോയിട്ട് മാർക്കറ്റിൽ ഒരു വലിയ ഫോള്, ഫസ്റ്റ് എഗ്രിമെന്റിൽ നിന്ന് സെക്കൻഡ് എഗ്രിമെന്റിലേക്ക് പോയി മാർക്കറ്റ് എന്ത് ചെയ്തിരിക്കുകയാണ്? ഫോള് ചെയ്തിരിക്കുകയാണ്. വലിയ ഒരു ഫോള് വന്നിരിക്കുകയാണ്. ഈ എഗ്രിമെന്റ് ഏരിയസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊരു ബേസിക് വീഡിയോ ആണ് ഇതിന്റെ. ഇത് ആദ്യമേ ഇതിന്റെ ഒരു ബേസ് മനസ്സിലാക്കുക. ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമല്ല. ഇതിന്റെ ബേസ് ആദ്യം കറക്റ്റ് മനസ്സിലാക്കുക കേട്ടോ. കാരണം ബേസ് മനസ്സിലാക്കിയാലേ നമുക്ക് പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഇപ്പൊ നമ്മൾ 2 എക്സാമ്പിൾ നോക്കി. നമുക്ക് ഇനി അത് ചെക്ക് ചെയ്യാം. നമുക്ക് ഇനി വരുന്ന അടുത്ത 2 ദിവസത്തെ എഗ്രിമെന്റ് നോക്കി. ഇനി ഈ ഒരു എഗ്രിമെന്റ് നോക്കി. മാർക്കറ്റ് ഈ ഒരു ദിവസം ഇവിടെ എഗ്രി ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് മാർക്കറ്റ് ലാസ്റ്റ് ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ക്ലോസിംഗ് സോൺ വന്നിരിക്കുന്നത്. അടുത്ത ദിവസത്തെ ക്ലോസിംഗ് സോൺ എവിടെയാണ് വന്നിരിക്കുന്നത്? ഇവിടെയാണ് അടുത്ത ദിവസത്തെ ക്ലോസിംഗ് സോൺ വന്നിരിക്കുന്നത് അല്ലെ? അവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പോ ഇവിടുത്തെ ഒരു ക്ലോസിംഗ് സെന്റിമെന്റ് എന്താണ്? ഇതെന്ത് സെന്റിമെന്റ് ആണ്? ഒരു ചിന്തിച്ചു നോക്കി. ഇതൊരു പോസിറ്റീവ് ക്ലോസിംഗ് സെന്റിമെന്റ് അല്ലേ? അതായത് ഇവിടെ 27-ാം തീയതി മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ബിഗ് പ്ലേയേഴ്സ് മാർക്കറ്റിനെ ക്ലോസ് ചെയ്തിരിപ്പിക്കുന്ന ഒരു ഏരിയയിൽ നിന്ന് ഹയർ ആയിട്ടാണ് നെക്സ്റ്റ് ഡേയിൽ മാർക്കറ്റ് എന്ത് ചെയ്തിരിക്കുന്നത്? ബിഗ് പ്ലേയേഴ്സ് എന്ത് ചെയ്തിരിക്കുന്നത്? മാർക്കറ്റിനെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് അവര് എഗ്രി ചെയ്യുന്ന ഏരിയ അപ്സൈഡ് ഷിഫ്റ്റ് വന്നിരിക്കുകയാണ്. അവരുടെ എഗ്രിമെന്റ് ഏരിയ മുകളിലേക്ക് അപ്സൈഡിലേക്ക് എന്താണ്? ഒരു ഷിഫ്റ്റ് നടന്നിരിക്കുകയാണ്. തൊട്ടടുത്ത ദിവസം മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ആ ഒരു ഷിഫ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കി. അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിന്റെ ഓപ്പണിംഗ് കണ്ടോ? അതിന്റെ എബോവ് ആണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതിന്റെ എബോവ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ എന്താ നടന്നതെന്ന് നോക്കി. ഓപ്പൺ ചെയ്തിട്ട് ഇതാണ് അവസാനത്തെ അരമണിക്കൂർ കണ്ടോ? ഓപ്പൺ ചെയ്തിട്ട് അവിടെ എന്താ നടന്നു നോക്കി. മാർക്കറ്റ് അവിടെ സപ്പോർട്ട് എടുക്കുന്നു. മാർക്കറ്റ് അപ്സൈഡ് പോണു. ഇത് വെച്ചിട്ട് പോയിട്ട് ട്രേഡ് എടുക്കരുത്. ഇത് ട്രേഡ് എടുക്കുന്ന ഡേറ്റ അല്ല. ഇതുപോലത്തെ ഒരുപാട് ഡേറ്റ ഉണ്ട്. കാരണം ഇത് ഞാൻ എന്റെ ട്രേഡിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഒരു ടൂള് മാത്രമാണ് ഇത്. ഞാൻ എന്റെ ട്രേഡിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന പല ടൂൾസ്, ഇതുപോലത്തെ ഒരുപാട് ഡേറ്റ ഉണ്ട്. ആ ഡേറ്റയിൽ ഒരു ഡേറ്റ മാത്രമാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഡേറ്റ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കാം. എല്ലാം കൂടെ മനസ്സിലാക്കാതെ ഒരു ഡേറ്റ ആദ്യം മനസ്സിലാക്കുക. മറ്റു ഒരുപാട് ഡേറ്റാസ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോക്കി. മാർക്കറ്റില് ഈ ഒരു ക്ലോസിംഗ് റേഞ്ചിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അവിടെ സപ്പോർട്ട് എടുത്ത് അപ്സൈഡ് പോയിട്ട് എന്താ നടന്നതെന്ന് നോക്കി. മാർക്കറ്റ് ഒന്നുകൂടെ പെട്ടെന്ന് സെല്ലേഴ്സ് ആക്റ്റീവായി താഴേക്ക് കൊണ്ടുവന്നു. ഉടനെ ആ ഒരു ക്ലോസിംഗ് റേഞ്ചിൽ എത്തിയപ്പോൾ എന്താ കൃത്യം ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും കാണാം കണ്ടോ? ആ ഒരു ക്ലോസിംഗ് റേഞ്ചിൽ എത്തിയപ്പോൾ പിന്നെയും മാർക്കറ്റ് എന്ത് ചെയ്യുന്നതാണ്? അപ്സൈഡിലേക്ക് പുഷ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. കണ്ടോ? ഇതിനു മുൻപ് നമ്മൾ കണ്ടതാണ്. കണ്ടോ? ഇതിനു മുൻപ് നമ്മൾ മറ്റൊരു ക്ലോസിംഗ് റേഞ്ചിന്റെ കേസ് കണ്ടതാണ്. ഈ ഒരു ക്ലോസിംഗ് റേഞ്ചിലേക്ക് മാർക്കറ്റ് വന്ന സമയത്ത് ഇവിടെ കണ്ടോ? ആ ഒരു ദിവസം അവസാന മാർക്കറ്റിൽ ഒരു വലിയ ഫോള് വരുന്നത് കാണാം. അതേപോലെ ഇവിടെ ഒരു ഫോളിന് ശേഷം ഈ ഒരു ക്ലോസിംഗ് റേഞ്ചിൽ നിന്ന് സപ്പോർട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനർത്ഥം ആ ക്ലോസിംഗ് റേഞ്ചസ് ലാസ്റ്റ് 30 മിനിറ്റ്സ് എഗ്രി ചെയ്യുന്ന ഏരിയാസ് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ബിഗ് പ്ലേയേഴ്സ് എഗ്രി ചെയ്യുന്ന ഏരിയ എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നാണ് മനസ്സിലാക്കി തരുന്നത്. കാരണം ഇത് ഒരു മാർക്കറ്റിലെ ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ എഗ്രി ചെയ്യുന്ന ഏരിയ ആണ് ഇത്. ലാസ്റ്റ് 30 മിനിറ്റ്സ് എന്ന് പറയുന്നത് അതൊരു നാരോ സോൺ 0.2% ഉള്ളിലാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതിന് എബോ പോകാൻ പാടില്ല. 0.2%. അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടത് ഈ മാർക്കറ്റിലുള്ള ബിഗ് പ്ലേയേഴ്സ് എഗ്രി ചെയ്യുന്ന ഏരിയാസ്, അവരുടെ മറ്റു ഡേറ്റാസ് അതായത് ഈ ഒരു ട്രെൻഡില് അവരുണ്ടോ ഇല്ലയോ എന്നതൊക്കെ മനസ്സിലാക്കുന്ന ഡേറ്റ ആൾറെഡി ഞാൻ ഒരു ബേസ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ക്യാൻഡിൽ സ്റ്റിക്സ് പഠിച്ച് നമ്മളെ ടൈം ഒരുപാട് വർഷം വേസ്റ്റ് ചെയ്യാതെ നമ്മളെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ആരുടെ സെന്റിമെന്റിന്റെ ബേസിസിലാണ്, ആരുടെ ഡേറ്റ അനുസരിച്ചിട്ടാണ് എന്നുള്ള കാര്യങ്ങളിലേക്ക് മാറ്റുക. അല്ലെങ്കിൽ നമ്മുടെ വർഷങ്ങൾ വേസ്റ്റ് ആയി പോകും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഞാൻ ഇപ്പോ 2-3 എക്സാമ്പിൾ എടുത്ത് കാണിച്ചിട്ടുണ്ട്. നമുക്കിത് മാർക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സെന്റിമെന്റ് റീഡ് ചെയ്ത് പഠിച്ചു തുടങ്ങാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് സെന്റിമെന്റ് റീഡ് ചെയ്ത് പഠിച്ചു തുടങ്ങാവുന്നതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ട്രേഡ് എടുക്കുന്ന ലെവൽ അല്ല, ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന ലെവൽ അല്ല, സെന്റിമെന്റ് റീഡ് ചെയ്യുന്ന, അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നത് ഞാൻ ഇവിടെ കാണിച്ചതാണ്. സെന്റിമെന്റ് റീഡ് ചെയ്യുന്ന ലെവൽസ് ആണ് ഈ കാണിച്ചത്. അപ്പൊ ഇത് ഉപകാരപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഇത് ഇത്രയും കണ്ടെത്തിയിട്ടുള്ള എത്ര പേരുണ്ടെന്നും എനിക്കറിയില്ല. ഈ ഒരു വീഡിയോയുടെ ഇത്രയും ഭാഗം വരെ കണ്ടെത്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, അത് ഉപയോഗപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് കൊടുക്കാവുന്നതാണ്. യാതൊരു പ്രശ്നമില്ല. ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ലോജിക് ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും അത് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ ഗ്രൂപ്പില് റിക്വസ്റ്റ്, വാട്സപ്പ് ഗ്രൂപ്പിന് ലിങ്ക് ഉണ്ടാവും. അത് ഞാൻ
വീക്കെൻഡ്സിലായിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത് കേട്ടോ. വീക്കെൻഡ്സിലായിരിക്കും ഞാൻ ലിങ്ക് റിക്വസ്റ്റ് വന്നാലേ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. സോ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് മനഃപൂർവ്വം അല്ല, ഞാൻ വീക്കെൻഡ്സിലൊക്കെ ആയിരിക്കും മിക്കവാറും റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാം. മാർക്കറ്റിന്റെ സെന്റിമെന്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് സെന്റിമെന്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ ഇവിടെയൊക്കെ നമ്മൾ ചുമ്മാ മാർക്ക് ചെയ്ത് നോക്കിയാൽ അതൊക്കെ കാണാവുന്നതാണ്. ഇതിലേക്ക് ഒരു ചെറിയൊരു പഠനം, ഒരു ബുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ എഴുതി ഇതിലേക്ക് പഠനം മാറ്റി നോക്കിയാൽ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. കണ്ടോ, ഇവിടെയൊക്കെ മാർക്കറ്റ് ആ ഒരു അപ്സൈഡ് ഷിഫ്റ്റ് നടക്കുമ്പോൾ കണ്ടോ, മാർക്കറ്റ് അവിടെ ഓപ്പണിംഗ് അതിനെ സപ്പോർട്ട് ചെയ്ത് മാർക്കറ്റ് പോകുന്നതൊക്കെ കാണാം. അപ്പൊ ഈ ഒരു ടൂള് മാത്രം നമുക്ക് എന്തുമാത്രം ഒരു അഡ്വാൻറ്റേജ് ആണ് തരുന്നത് നോക്കി, ഈ ഒരു എഗ്രിമെന്റ് മനസ്സിലാക്കുന്നത് മാത്രം. അപ്പൊ ഇതേപോലത്തെ ഒരു കംപ്ലീറ്റ് നമുക്കൊരു ഇതുപോലത്തെ ഉള്ള ഒരുപാട് ഡേറ്റ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് ഓർക്കുക. അപ്പൊ ഞാനിപ്പോ ആൾറെഡി കുറച്ച് ഡേറ്റാസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇത് അതിന്റെ ഒന്നാണ്. അപ്പൊ ഇതൊക്കെല്ലാം ബേസിക് വീഡിയോസ് ആണ്. ഇതിന്റെ അഡ്വാൻസ്ഡ് ഉള്ള കാര്യങ്ങൾ പിന്നീട് പറയാം. ഇതെല്ലാം ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അറ്റ്ലീസ്റ്റ് ഈ ബേസിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കി തുടങ്ങാം. ആ ഒരു നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാൻഡൽസ്റ്റിക് പാറ്റേണിൽ നിന്ന് അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ മാർക്കറ്റിലുള്ള ബിഗ് പ്ലേയേഴ്സിനെ കുറിച്ച്, അവരുടെ ഡേറ്റയെ കുറിച്ചും അവരുടെ എഗ്രിമെന്റ് ഏരിയസിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കി തുടങ്ങാം. നമുക്ക് ഡിഫറൻസ് മനസ്സിലാകും. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. കൂടുതൽ ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താൽ മതിയാവും. എത്രത്തോളം പേർക്ക് അത് ഉപയോഗപ്പെട്ടിട്ടുണ്ട് എന്നനുസരിച്ചിട്ട് ഞാനത് തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അത്രയേ ഉള്ളൂ.